കണ്ടെത്തിയ ശിശുവിനെ ദത്തെടുത്ത മിസ്രൈം രാജകുമാരൻ. വാർത്തകൾ വിശദമായി. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഹാബേലിന്റെ കൊലപാതകത്തിൽ ജ്യേഷ്ഠ സഹോദരൻ കയീന് നേരിട്ട് പങ്കുള്ളതായി ഏക ദൃക്സാക്ഷിയും ന്യായാധിപതിയുമായ ദൈവം വെളിപ്പെടുത്തി. തന്റെ സഹോദരനോടുള്ള അസൂയയാണ് കൊലയ്ക്ക് പിന്നിലെന്ന് കയീൻ പറഞ്ഞു. വീടിന് സമീപത്തുള്ള വയലിൽ വെച്ച് അടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് നിഗമനം. കൂടുതൽ കേസന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. പ്രശസ്ത പ്രവാചകനും ഹാനോക്കിനെ കാണാതായി. 365 വയസ്സായിരുന്നു. ദൈവത്തോടു കൂടി നടന്നുകൊണ്ട് കാണാതെയായി എന്നാണ് ഒരു കൂട്ടം വിശ്വാസികൾ പറയുന്നത്. എന്നാൽ ഇതൊന്നും അറിയാത്ത ഒരു കൂട്ടം ജനങ്ങൾ ഇന്നും ഹാനോക്കിനായി തിരിച്ച് നടത്തിവരുന്നു. ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ബാധകൾക്ക് സാക്ഷ്യം വഹിച്ച രാജ്യം 9 ബാധകൾ അയച്ചതിനു ശേഷം അവസാന റിപ്പോർട്ട് കിട്ടിയതിന്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ സംഹാരമാണ് രാജ്യത്തെ ബാധിച്ചിരിക്കുന്നത്. നിരവധി കുഞ്ഞുങ്ങളാണ് ഇതിന് ബലിയാടായത്. നിമിത്തമാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് ദേശനിവാസികൾ ആരോപിച്ചിട്ടുണ്ട്. തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ച വൃക്ഷഫലം തിന്നതിന് ദമ്പതികളെ അറസ്റ്റ് ചെയ്തു. ഏദൻ തോട്ടം നോക്കാനേൽപ്പിച്ച ആദാം ഹവ്വ ദമ്പതികളെയാണ് അറസ്റ്റ് ചെയ്തത്. വിലക്കപ്പെട്ട വൃക്ഷഫലം തിന്നതിനാണ് ദമ്പതികളെ അറസ്റ്റ് ചെയ്തത്. ഒരു അബദ്ധം പറ്റിയതാണെന്നാണ് ദമ്പതികൾ മൊഴി നൽകിയിരിക്കുന്നത്. സ്വർഗീയ കോടതിയിൽ അല്പം മുമ്പ് വിചാരണ പൂർത്തിയാക്കി. വിധി വരുമ്പോൾ നിർഭാഗ്യവശാൽ ഇവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. പകരം കെരൂബുകളെ കാവൽ നൽകി. ഇപ്പോൾ ആദാമും ഹവ്വയും ന്യൂസ് നെറ്റിനോട് ചേർന്നു. ഹലോ ആദാം, ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ ആദാം, കോടതി വിധി വരുമ്പോൾ എന്താണ് നിങ്ങളുടെ മനോഭാവം? എന്തിനാണ് താങ്കൾ കഴിക്കരുതെന്ന് പറഞ്ഞ് വൃക്ഷഫലം കഴിച്ചത്? ഒന്ന് വിശദീകരിക്കാം. എനിക്ക് അന്നുമെന്നും ലോകത്തിനോടാണെങ്കിൽ സ്വർഗത്തിനോടാണെങ്കിൽ ഒന്നേ പറയാനുള്ളൂ. എനിക്കൊന്നും അറിയില്ല, എനിക്കിതിന് പങ്കുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ പൊതുവെ അങ്ങനെയാണല്ലോ. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം എനിക്കൊന്നും അറിയില്ല, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നാണ് പറയാറ്. അത് തന്നെയാണല്ലോ. ഇല്ല 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 സിബി, അങ്ങനെ പറയരുത്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അതെ സിബി, എനിക്ക് പറയാനുള്ളത് എന്റെ ഭാര്യ എനിക്ക് തന്നു, ഞാൻ കഴിച്ചു. അവര് കഴിച്ചതിന്റെ ബാക്കി കഴിക്കാൻ ഞാൻ സംശയിക്കേണ്ട കാര്യമില്ല. സിബി ആണെങ്കിൽ പറ, സിബി കഴിച്ചതിന്റെ ബാക്കി ഭർത്താവിന് കൊടുത്തില്ലേ? എന്നാലും അവൾ എന്നോട് ഈ ചതി ചെയ്യാൻ ഞാൻ വിചാരിച്ചില്ല. അപ്പോ എനിക്ക് കിട്ടിയ കുട്ടികളുടെ പകുതി അവൾക്ക് കിട്ടണമെന്നാണ് എന്റെ ഒരു ഇത്. ഇനി ഒരു കാലത്തും ഞാൻ അവളെ വിശ്വസിക്കില്ല. അന്ന് മുതൽ ഞാൻ വീട്ടിൽ നിന്നുള്ള ഭക്ഷണം, പിന്നെ അന്ന് മുതൽ ഞാൻ വീട്ടിൽ നിന്നുള്ള ഭക്ഷണം തട്ടി. ഇപ്പൊ സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ ഉള്ളതുകൊണ്ട് ഓർഡർ ചെയ്ത് കഴിക്കുന്നതാണ് പറഞ്ഞത്. എനിക്ക് ഏറ്റവും വലിയ വിഷമം എന്തെന്നാൽ സുന്ദരമായ ഒരു ഏലത്തോട്ടം വെറുതെ അങ്ങ് കൊടുക്കണോ. ഇപ്പൊ വാടക വീട്ടിലാണ് കിടക്കുന്നത്. ഹലോ ഹവ്വ മേഡം, എന്താണ് താങ്കൾക്ക് ഇത് പറയാനുള്ളത്? ആദാം ഇതുപോലെ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. എന്താണ് ഇതിനോട് പ്രതികരിക്കുന്നത്? എന്താണ് സത്യം കാണുന്നത്? ഓ, അതൊന്നും പറയണ്ട. എനിക്ക് പറ്റിയൊരു അബദ്ധം. ഞാൻ രാവിലെ തോട്ടത്തിൽ കൂടി നടക്കുമായിരുന്നു. അപ്പോ ഒരു പാമ്പൊരു പഴം കൊണ്ട് തന്നു. പാമ്പാണ് താങ്കളെ പറ്റിച്ചത് എന്നാണോ പറയുന്നത്? അതല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്. ഇടയ്ക്ക് കയറി തോക്ക് വെടിവെക്കല്ലേ. ആ സുഖം പോയി. സാരമില്ല, പറഞ്ഞോളൂ. ആ പറയാം. എന്നിട്ട് പാമ്പ് പറയാ, ഈ പഴം കഴിച്ചാൽ നീ ദൈവത്തെ പോലെയാകും, നീ സുന്ദരിയാകും എന്നൊക്കെ പറഞ്ഞ് എന്നെ പ്രലോഭിച്ചു. ആ പ്രലോഭത്തിൽ ഞാൻ മയങ്ങി. ഇതൊക്കെ കേട്ടപ്പോൾ ഞാനത് വീണുപോയി. എന്നാലും ഞാൻ ദൈവത്തെ കഴിച്ചാൽ അതൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ നീ തിന്ന് എന്നൊക്കെ കുറേ നിർബന്ധിച്ചു. ഇത് തീർക്കാനും സമ്മതിക്കില്ല. ഇടയിൽ പറ്റില്ല ഒരു വട്ടം പറഞ്ഞതാ. നീ ചത്തൊന്നും പോകില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ചപ്പോ ഞാൻ ഇച്ചിരി കഴിച്ചു. എന്നാലും മനസ്സോടെ കേട്ടോ ഞാൻ കഴിച്ചത്. പകുതി എൻ്റെ അച്ചായനെ കൊടുത്തു. അത് അല്ലെങ്കിലും അങ്ങനെ ഞാൻ എന്ത് കഴിച്ചാലും എൻ്റെ അച്ചായനെ പകുതി കൊടുക്കും. അതല്ലേ സ്നേഹം. ഈ സാധാരണ എന്നെ ഇങ്ങനെ പറ്റുന്ന സ്വപ്നത്തിൽ ഒന്നും വിചാരിച്ചില്ല. എന്ത് ചെയ്യാനാ? ബ്രേക്ക് ന്യൂസ്
പുഴയിൽ ഒഴുകി കിടന്ന സുന്ദരനായ ശിശുവിനെ സ്വന്തം മകനായി ഇസ്രായേൽ രാജകുമാരി ദത്തെടുത്തതായി ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്നും ഔദ്യോഗിക റിപ്പോർട്ടുകൾ. ദത്തെടുക്കൽ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം വളർത്തുവാനായി സ്വന്തം മാതാവിനെ ഏൽപ്പിക്കുകയും 5 വർഷങ്ങൾക്ക് ശേഷം തിരികെ കൊട്ടാരത്തിൽ ഏൽപ്പിക്കുന്നതിനും ഉത്തരവിട്ടു. ഇപ്പോൾ കിട്ടിയ ബ്രേക്കിംഗ് ന്യൂസ്. ITC ഫെഡറൽ ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന വാർഷികാഘോഷത്തോട് സംബന്ധിച്ച് നിരവധി ഭക്തജനങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ സഹോദരിമാരുടെ ഭാഗത്ത് നിന്ന് റിപ്പോർട്ടർ ചാർലി ചക്ക നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വിശദമായി ചോദിക്കാം. ഹലോ ചാർലി. ഹലോ ലൈനിലുണ്ടോ? ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കാൻ കഴിയില്ലോ. ഹലോ 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 പ്രയോജനപ്പെടുത്തണ്ടേ ഇതൊക്കെ? ഹലോ കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കാം. പറഞ്ഞോ പറഞ്ഞോ. എന്താ ചോദിച്ചേ? ഹലോ ഇവിടെ വളരെ വാർഷികം വാർഷികം അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഇല്ല ടോപ്പിക്കിൽ മാറിപ്പോകുന്നില്ല. വാർഷികം അടിപൊളിയായിട്ട് തന്നെ നടക്കുന്നുണ്ട് ഇവിടെ. അത് തോന്നുന്നതാണ്, നിങ്ങൾക്ക് അവിടെ നോക്കിയിട്ട് തോന്നുന്നുണ്ട്. ക്ലാരിറ്റിയോടെ വൈഫൈ ഇഷ്യൂ തന്നെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടെ എല്ലാ പരിപാടിയും തന്നെ അതിശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സെക്രട്ടറി പിന്നെ ഹാപ്പിയാണോ? പ്രിയപ്പെട്ട സെക്രട്ടറി മുണ്ടെടുത്താണ് വന്നത്. പക്ഷെ ഇപ്പൊ പാൻറ്റി കയറി എന്താണെന്ന് അറിയില്ല. ഓടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അറിയില്ല. പ്രിയപ്പെട്ട പ്രസിഡന്റുണ്ട്. പ്രസിഡന്റിനോട് നമുക്ക് ചോദിച്ചു നോക്കാം ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്. നല്ലതാണോ? നല്ല രീതിയിൽ പോകുമെന്ന് പറയും. സങ്കടം പറയുന്നുണ്ട്. സങ്കടം പറയൂ. എങ്ങനെയുണ്ട് പരിപാടി? നല്ല രീതിയിൽ പോകുന്നു. ഇത് കഴിഞ്ഞ് ഫുഡ് ആണെന്ന് പറഞ്ഞു. അതിനുവേണ്ടിയാണോ ഇരിക്കുന്നത്? പറഞ്ഞോളൂ. ഫുഡിന് വേണ്ടിയാണോ? ഫുഡിന് വേണ്ടി കാത്തിരിക്കുന്നു. കഷ്ടപ്പെട്ട് ഫുഡിന് വേണ്ടി ഇരിക്കുന്നതെന്നാണോ പറയുന്നത്? കേൾക്കുന്നുണ്ടോ? അതും കാത്തിരിപ്പാണ്. എല്ലാം ഒരു കാത്തിരിപ്പിന്റെ പുറകെയാണല്ലോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇവിടെ സിസ്റ്റർ ഷാലു ഇവിടുന്ന് ദൂരിയെന്ന് പാലക്കാട് വണ്ടി വിളിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം. ഷാലു പറയൂ, എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ടോ? യാത്ര എങ്ങനെയുണ്ട്? ഇങ്ങോട്ടൊന്ന് അടിപൊളിയായിട്ടല്ലേ? സിസ്റ്റർ ഷാലു ആണ് പ്രത്യേകം ഡാൻസ് ഒക്കെ പഠിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു. സിസ്റ്റർ ഷാലുവിനെ ഇവിടെ വളരെയധികം രീതിയിലുള്ള കയ്യടികളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ കാര്യം, നമുക്ക് പ്രിയപ്പെട്ട സെക്രട്ടറിയോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. ഈ പ്രാക്ടീസ് സെക്ഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതിഗംഭീരമായിട്ട് പോകുന്നുണ്ടായിരുന്നു. ആണോ? എല്ലാവരും തന്നെ വന്നായിരുന്നു പ്രാക്ടീസ് സെക്ഷൻ ഒക്കെ? കേട്ടില്ല. ഫ്ലോ പോയ പോലെ തോന്നുന്നത് അവിടെ കുറച്ച് കഴിഞ്ഞാൽ ആദ്യ സന്തോഷം പോകത്ത് എനിക്ക് കാണാലോ. കുറച്ച് ടെൻഷൻ വേണ്ട. ടെൻഷൻ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. വേറെ വിഷയങ്ങളും ഓക്കെ ഇത്രയും ഇവിടുന്ന് അറിയാൻ സാധിക്കുന്നത് നമ്മുടെ എന്തോ VIP ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല, എല്ലാവരും നഷ്ടപ്പെട്ടു. നമുക്ക് ഇവിടെ SRM ദൂരെ നമ്മൾ യാത്ര ചെയ്ത് ഒരു പയ്യൻ വന്നിട്ടുണ്ട്. പയ്യനോട് ചോദിച്ചു. അതാവുമ്പോഴത്തേക്കും ചെറിയ പയ്യന്മാരുടെ കാര്യങ്ങൾ നമുക്ക് അറിയാലോ. എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു. ആസ്വദിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഏതെങ്കിലും പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യണോ? ചെയ്തായിരുന്നു. ഏത് പ്രോഗ്രാമാണ് അറ്റൻഡ് ചെയ്തത്? സ്കിറ്റ് ഉണ്ട്. എന്താണ് സ്കിറ്റിലെ വേഷം പറയാൻ സാധിക്കുമോ? കാത്തിരുന്ന് കാണുക. അതാണ് സ്കിറ്റിന്റെ വിഷയം. കഥപത്രമാണ്. വേറെ തന്നെ ഞങ്ങളോട് പറയാനായിട്ട് PAPയുടെ എല്ലാ പരിപാടികളും നന്നായി ഭാരവാഹികൾ നോക്കുന്നതിൽ സന്തോഷമുണ്ട്. ഓക്കെ വേറെ ഓക്കെ ഇനി വന്ന് ഞങ്ങളെ ഓരോരുത്തരെ സന്തോഷിപ്പിക്കുക, സഹായിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ കേട്ടില്ല. ഹലോ ഉണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ വെയിറ്റ് ചെയ്യുന്നത് ഞാൻ അറിഞ്ഞോണ്ടിരിക്കുകയാണ്. എത്തുന്നേ ഉള്ളൂ. ഓക്കെ പറഞ്ഞോളൂ. എന്തെങ്കിലും അഭിപ്രായം? ആസ്വദിക്കുന്നുണ്ട്. പരിപാടി ആസ്വദിക്കുന്നുണ്ടെന്നാണ് കിട്ടുന്ന വിവരങ്ങള്. നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാൻ സാധിക്കുന്നില്ലേ? തുടക്കത്തിൽ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. വളരെയധികം ഭംഗിയായിരുന്നു. കേട്ടോ. ഇവിടുത്തെ പറയാൻ സാധിക്കുക എത്ര മാത്രമേ ഉള്ളൂ. നല്ല രീതിയിൽ എല്ലാ പരിപാടികളും ഭംഗിയായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത്രയുള്ള പറയാൻ
ഉള്ളൂ. Like Okay, okay, signing off from here. Like cameraman ജോബിയോടൊപ്പം ചാർലി. thank you, ചാക്കോ. അടുത്തതായി നമ്മൾ സഹോദരന്മാരുടെ ഭാഗത്ത് നിന്ന് ഷാനിൽ സാർ നമ്മോടൊപ്പം ചേരുന്നു. നമുക്ക് ചോദിക്കാം അവരുടെ ഭാഗത്ത് നിന്ന് എന്താണ് അഭിപ്രായം എന്ന്. ഹലോ ഷാലൻ. ഹലോ ഹലോ. സിബി കേൾക്കുന്നുണ്ടോ? എന്നോട് മറ്റേ ഇവിടെ ചാർജ് ചെയ്തത് വലിയൊരു ചതിയായിരുന്നു ചെയ്തത്. സിബി പറഞ്ഞത് സഹോദരന്മാരോട് ചോദിക്കാൻ പറഞ്ഞിട്ട് ആ ചാർജ് ചെയ്തത് അത് നമ്മൾ നോട്ടീസ് ചെയ്യണം, അത് നമുക്ക് പണിഷ്മെന്റ് കൊടുക്കാനുണ്ട്. അതിന് പ്രത്യേകം ചെയ്യണം. കാരണം പ്രത്യേകിച്ച് ഇവിടുത്തെ IPC ബദൽ പരിപാടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇതുവരെ കഴിഞ്ഞു പോയതും ഇനി കുറച്ച് പ്രോഗ്രാംസ് കൂടെ ഉള്ളതെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ തീരാറായതിന്റെ വിഷമം തോന്നുന്നു ഇവിടെ എല്ലാവർക്കും ഉള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഫേവർ എന്ന് പറഞ്ഞാൽ അതിനോട് ഞാൻ ഒരു അഭിപ്രായം ചോദിക്കാം. ഇതുവരെ അടിപൊളിയായിട്ട് നമ്മൾ ആളുകൾക്ക് തിക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കയറാൻ പോലും സ്ഥലമില്ല. പ്രാക്ടീസ് ഒക്കെ എങ്ങനെയായിരുന്നു സർ? പ്രാക്ടീസൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതുകൊണ്ട് പ്രാക്ടീസിൽ പങ്കെടുത്തു. സിബി കേട്ടില്ലേ? ഫേവറുടെ അഭിപ്രായം കേട്ടില്ലേ? ഫേവർ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ വന്ന് പിള്ളേരെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി അടുത്തത് ഞാൻ ചോദിക്കാൻ പോകുന്നത് ഇവിടെ വുമൻസ് ഫെലോഷിപ്പിന്റെ മേഴ്സി ആന്റി അടുത്താണ് ചോദിക്കുന്നത്. മേഴ്സി ആന്റി എങ്ങനെയാണ്? എല്ലാം നന്നായി. എല്ലാവരും നന്നായി എന്ന് പറയുന്നത്. നമുക്ക് ഇനി അടുത്ത ചോദിക്കാനുള്ളത് ബെനിസേട്ട അടുത്താണ് ചോദിക്കുന്നത്. സിബി ബെനിസേട്ട എങ്ങനെയുണ്ടാവും? ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് ചെയ്യണമെന്നുള്ളതാണ്. പ്രോഗ്രാമിന് തൊട്ട് മുമ്പ് ഗ്രൂപ്പ് സോങ് വഴി ആ കുട്ടികളുടെ പാട്ട് വളരെ ഭംഗിയായിരുന്നു. അവരെ ട്രെയിൻ ചെയ്താൽ പഴത്തോട്ട സഭ സൂപ്പറായി മാറും. സിബി കേട്ടില്ലേ പറഞ്ഞത്? എല്ലാവർക്കും കുഞ്ഞുങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് പരിപാടിയൊക്കെ ആരംഭിച്ച് ചെയ്തത്. ഇനി നമുക്ക് ഇവിടുത്തെ സഭയിലത്തെ പാസ്റ്ററുകളോട് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്. പാസ്റ്ററില്ലേ പറയൂ നിങ്ങളുടെ അഭിപ്രായം. കഴിഞ്ഞ വർഷങ്ങളേക്കാളൊക്കെ വളരെ മനോഹരമായിട്ട് ഈ പ്രാവശ്യത്തെ വാർഷികം നടന്നുകൊണ്ടിരിക്കുന്നു. ആൾക്കാരുടെ സഹകരണം വളരെയധികം ഉണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരും ഇതിൽ പങ്കുവഹിക്കുന്നു. വളരെ മനോഹരമായിട്ട് തന്നെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്ററുകൾ പറഞ്ഞത് കേട്ടല്ലോ സിബി. എനിക്ക് ഒരാൾ കൂടെ ഒരു അഭിപ്രായം ചോദിക്കാനുണ്ട്. നമ്മുടെ പഴത്തോട്ടം ചർച്ചിലെ നമ്മുടെ ഹോമിയോ ഹോസ്പിറ്റലിൽ നടത്തുന്ന നമ്മുടെ ഡോക്ടർ പീറ്ററിനോടൊക്കെ ഒരു അഭിപ്രായം ചോദിക്കുന്നത്. ആ ആണെങ്കിൽ എല്ലാം കറക്റ്റായിട്ടാണ് പറയുന്നത്. എന്തെങ്കിലും മുഖത്ത് നോക്കി പറയാമെന്നാണ് നമുക്ക് ആ പീറ്ററിനോടൊന്ന് ചോദിക്കാം. പീറ്റർ പറയുന്നത് പ്രോഗ്രാമൊക്കെ നന്നായിട്ട് പുഷ്പ തോന്നുന്നത് നിങ്ങളുടെ പ്രോഗ്രാം കണ്ടിട്ട് അതാണ് പ്രോഗ്രാമിനെ കുറിച്ച് അഭിപ്രായം. പ്രോഗ്രാം ഞങ്ങൾക്ക് നന്നായിരുന്നു കേട്ടോ. സിബി കേട്ടില്ലേ പരിപാടിയില്? പിന്നീട് ഒരഭിപ്രായം നമുക്ക് ഈ പരിപാടി കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്ത എന്തായാലും അടുത്ത ഭക്ഷണം ചെല്ലണോ? എന്തായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്? ഭക്ഷണം ക്രീമിക്സ് ഫ്രൈഡ് റൈസ് ചിക്കൻ കേൾക്കുന്നത്. അതൊക്കെ സന്തോഷിച്ചിരിക്കാം. സിബി എന്താ അഭിപ്രായം പറയാനുണ്ട്? ഇത് കഴിഞ്ഞിട്ട് ഞാൻ അല്പം നേരം ലേറ്റ് ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. ഒന്നും വിചാരിക്കരുത്. അവിടെ ഓഫീസിൽ മാനേജറിനോടൊന്ന് പറയണം. അപ്പോൾ ഞാൻ ഇവിടെ ഇത് ഇത്രയും പേരാണ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിവിടെ അവസാനിക്കുകയാണ്. ക്യാമറമാൻ സാംഗ്യയോടൊപ്പം ഷാരൻ സാർ. അടുത്തതായി കായിക വാർത്തകൾ. ഇന്നലെ സോദം കുമാറിൽ നിന്ന് ഫാമിലി മാരത്തോണിൽ ലോത്തും കുടവും 1-ാം സ്ഥാനത്ത്. എന്നാൽ ഓട്ടത്തിനിടയിൽ പിന്തിരിഞ്ഞോട്ടിയ മിസിസ് ലോത്ത് ഉപ്പുതൂണായി മാറിയത് കുടുംബത്തിന് വലിയ തിരിച്ചടിയായി. ഗലീലുകളിൽ നടന്ന മീൻപിടുത്ത മത്സരത്തിൽ ശിഷ്യന്മാർക്ക് 153 റൺസിന്റെ വിജയം. പത്രോസിന് സെഞ്ചുറി. അടുത്തതായി കാലാവസ്ഥ. താൻ പറഞ്ഞല്ലാതെ ഇസ്രയേലിൽ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ലെന്ന് പ്രശസ്ത പ്രവാചകൻ ഏലിയാവ് അറിയിച്ചു. മഴയ്ക്ക് മുമ്പായി ആകാശത്തിൽ കൈപ്പത്തി പോലെ മേഘം കാണപ്പെടുമെന്നും അദ്ദേഹം അറിയിച്ചു. യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തോടനുബന്ധിച്ച് ദേശത്തെങ്ങും 3 മണിക്കൂർ പവർ കട്ട് ഉണ്ടാകുമെന്ന് വൈദ്യുതി ബോർഡിന്റെ മുന്നറിയിപ്പ്. അതേസമയം സൂര്യനും പണിമുടക്കിലായിരിക്കുമെന്നതിനാൽ ദേശനിവാസികൾ ജാഗ്രത പാലിക്കുക. അടുത്ത ആഴ്ച 40 രാവും 40 പകലും നീണ്ടു നിൽക്കുന്ന വൻ മഴയ്ക്കും ജലപ്രളയത്തിനും സാധ്യതയെന്ന് നീതിമാനായ പാസ്റ്റർ നോഹ അറിയിച്ചു. വാർത്തകൾ അവസാനിച്ചു. നമസ്കാരം.